ഒരാൾ മരിച്ചാൽ അത് ആഘോഷിക്കുന്ന മനുഷ്യരെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ? ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ പല ദിക്കുകളിൽ നിന്നും ദുഃഖാചരണങ്ങളും അനുശോചനങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും, രാഷ്ട്രപ്രമുഖന്മാരും, അന്താരാഷ്ട്ര സമൂഹവുമൊക്കെ. ഇന്ത്യ പോലും തങ്ങളുടെ ഏറ്റവും മികച്ച സുഹൃത്ത് രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ബുധനാഴ്ച ഒരു ദിവസം ഔദ്യോഗികമായി ദുഃഖാചരണം നടത്തുവാൻ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി നാളെ ബുധനാഴ്ച എല്ലാ ഔദ്യോഗിക ആഘോഷ പരിപാടികളും ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട്. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തും കേരളത്തിലും നാളെ നടത്താനിരുന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ കലക്ടർമാർക്ക് ദേശീയ പതാക താഴ്ത്തിക്കെട്ടാൻ സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യത്തിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന പരമ്പരാഗതമായ മാതൃകാപരമായ സമീപനം ഇന്ത്യ ഇത്തവണയും ഇവിടെയും സ്വീകരിച്ചു. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ആ രാജ്യം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ നിലപാടുകളോട് അഭിമുഖീകരിക്കുന്നത് എന്നത് നമുക്ക് ലജ്ജയോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുന്നുള്ളൂ. സ്വാഭാവികമായും BJPയുടെയോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രകടനം അത് കണ്ടുകൊണ്ട് വീർപ്പ് മുട്ടുകയാണ് സോഷ്യൽ മീഡിയ. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ പോലും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകളും പങ്ക്തികളും നൽകി പലതരത്തിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്നതും നമുക്കിവിടെ കാണാം. ഇബ്രാഹിം റൈസി ആളുകളെ കൂട്ടത്തോടെ കൊല്ലാൻ ഉത്തരവിട്ട ക്രൂരനാണെന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത്. മറ്റൊരു വിഭാഗം തീവ്ര യാഥാസ്ഥികവാദിയായിരുന്നു ഇബ്രാഹിം റൈസി എന്നും സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിച്ച ആളാണ് ഇദ്ദേഹം എന്നും പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപമുള്ളത്. ഒരു മരണത്തിൽ പോലും സ്റ്റോറികൾ വാർത്താമാധ്യമങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മെറിറ്റിന് അപ്പുറത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഡീഗ്രേഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് എന്തൊക്കെ നെഗറ്റീവുകളുണ്ടോ ആ നെഗറ്റീവുകൾ മാത്രം തേടിപ്പിടിച്ച് ഇത്തരമൊരു ഘട്ടത്തിൽ പോലും വാർത്ത നൽകുന്നു എന്നത് അത് അദ്ദേഹത്തോട് മാത്രമുള്ള ഒരു സൂചനയൊന്നുമല്ല. അത് ഒരു വ്യക്തി എന്ന നിലയിലും ആ രാഷ്ട്രം ഏത് രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അതിനെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മാധ്യമ മേഖലയിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നരേഷന് ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെയും ചില മാധ്യമങ്ങൾ, മലയാളത്തിലെയും ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നത് എന്തുമാത്രം വിചിത്രമാണ് എന്ന് നമുക്ക് നോക്കണം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളും നടപടികളും നയങ്ങളോ ഒക്കെ ആയിരിക്കാം. അതിനെ ആ അർത്ഥത്തിൽ നമുക്ക് വിമർശിക്കുവാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കണ്ട കമൻറ്റ് ബോക്സുകളിലെ കാര്യങ്ങൾ വായിക്കുവാനും നിങ്ങളോട് പങ്കുവെക്കുവാനും എനിക്കേതായാലും പ്രയാസമുണ്ട്. ഇവിടെയെന്നല്ല, ലോകത്ത് ഏത് നേതാക്കൾ കൊല്ലപ്പെട്ടാലും അത് വേണ്ടതാണ്, അതല്ലെങ്കിൽ അനിവാര്യമാണ്, അത് ഏറ്റവും മികച്ചതാണ് എന്നൊക്കെ പറയുന്ന ആളുകളെക്കുറിച്ച് അത്രമേൽ ഭീകരമാണത്. ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വഭാവ ഗുണങ്ങൾ വിലയിരുത്തുക സ്വാഭാവികമാണ്. എന്നാൽ അതിനെ ആക്ഷേപിക്കുക എന്നത് എന്തുതരം നികൃഷ്ടമായ ഒന്നാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമേ ഇത്രമേൽ നീചമായ ആരോപണങ്ങൾ നടക്കുകയുമുള്ളൂ. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവും നോട്ടപ്പുള്ളിയുമാണ് ഇബ്രാഹിം റൈസി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കൊല്ലപ്പെടും മുൻപ് അദ്ദേഹത്തെ ക്രൂരനെന്നും അതിനപ്പുറമുള്ള വാക്കുകളുമൊക്കെ വിശേഷിപ്പിച്ച ഇസ്രയേൽ പൗരന്മാരുടെ പ്രൊഫൈലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ട ശേഷം അവർ ഇത്രമേൽ ക്രൂരമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ട്വിറ്റർ എക്സിൽ റൈസിയുടെ മരണത്തിൻ്റെ കാരണം അന്വേഷിക്കുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അവിടെയും ദുരൂഹതയുടെ രാഷ്ട്രീയം പറയുമ്പോഴും മരണത്തിൽ നൽകേണ്ട മാന്യതകളെ കൈവിട്ട് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നതും നാം മനസ്സിലാക്കണം. അങ്ങനെ മുന്നോട്ട് വരുന്നതിൻ്റെ അതിപ്രസരണം നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കമൻറ്റ് ബോക്സുകളാണ്. ഇവർക്ക് ഇതൊരു റൈസിയുടെ മരണം മാത്രമല്ല, അവർക്ക് അജണ്ട മറ്റു പലതുമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.